എല്ലാവർക്കും നമസ്കാരം. രത്നം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഔഷധ അല്ലെങ്കിൽ ഒരു മരുന്നുണ്ടയാണ്. ഇതിപ്പോൾ കർക്കിടക മാസമാണല്ലോ, നമ്മൾക്ക് രോഗങ്ങളൊക്കെ വരാനും ഉള്ള സമയമാണല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടാനും രോഗങ്ങളൊക്കെ വരാതിരിക്കാനും ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ശരീര കാന്തി പുഷ്ടി നിലനിർത്താനും അതുപോലെ തന്നെ സന്ധിവേദന, രക്തക്കുറവ്, കൊളസ്ട്രോൾ കുറയ്ക്കാനും അമിതവണ്ണം, നീർക്കെട്ട്, നടുവേദന, വായുകോപം, വാദസംബന്ധമായിട്ട് അസുഖങ്ങൾ ഇതിനൊക്കെ പ്രതിരോധിക്കാനായിട്ട് പറ്റുന്ന ഒരു ഔഷധ കൂട്ടാൽ നിർമ്മിതമായിട്ടുള്ള ഒരു ഉണ്ടയാണിത്. അതായത് മരുന്നുണ്ട. 12 മരുന്ന് ഔഷധങ്ങളാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. വളരെ രുചികരമായ രീതിയിൽ കയ്പോ ചവർപ്പോ ഒന്നുമില്ലാത്ത രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മെയിൻപടിയായിട്ട് ഇതിൽ എള്ളും കപ്പലണ്ടിയുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ എള്ളുണ്ടയായിട്ടോ കപ്പലണ്ടി മുട്ടായിയുടെ രൂപത്തിലോ നമുക്കിത് കഴിക്കുകയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും കഴിക്കാത്തവർക്ക് കഴിക്കാനും ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ രുചികരമായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ മൊത്തം കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ, സ്കിപ്പ് ചെയ്യാതെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ചേരുവകളാണ് ഇതെല്ലാം. ഞാനൊരു 200 ഗ്രാം മട്ട അരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അരിയാണ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതരിയും ഉപയോഗിക്കാം. ഇതേ അളവിൽ തന്നെയാണ് ഞാൻ എള്ളും എടുത്തിരിക്കുന്നത്. എല്ലാം കഴുകി ഫാനിൻ്റെ അടുത്ത് വെച്ച് തോർത്തി എടുത്തതാണ്. ഇതേ അളവിൽ തന്നെ 200 ഗ്രാം തന്നെ നമ്മൾ എള്ളും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് ഉലുവ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് മുതിര, 1/2 കപ്പ് ചെറുപയർ, 1/2 കപ്പ് കപ്പലണ്ടി, പിന്നെ 1 ടീസ്പൂണ് ഞാൻ അയമോദകവും 1 ടീസ്പൂൺ ജീരകവും ഒരു 6 പിന്നെ ഏലക്കായും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 3/4 കിലോ ശർക്കരയുമാണ് ഇതിനകത്ത് ചേർക്കുന്നത്. പിന്നെ ആയാളി ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഞവരയരി 1/2 കപ്പ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴുകി ഫാനിൻ്റെ അടുത്ത് വെച്ച് നമ്മൾ തോർത്തി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കട്ടിയുള്ള നമുക്ക് നമ്മുടെ ചീനിച്ചട്ടിയാണിത്. വലിയ അടികട്ടിയുള്ളൊരു ചീനിച്ചട്ടിയാണിത്. ഇൻഡാലിയത്തിൻ്റെയാണ്. ഇതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുത്ത് നന്നായിട്ടിത് വറുത്തെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുക്കത്തക്ക രീതിയിൽ നന്നായിട്ട് വറുത്ത് ഇത് പൊട്ടുന്ന ശബ്ദം കേട്ടുന്നത് വരെ നമ്മളിത് വറുത്ത് നല്ല ബ്രൗൺ കളർ ആവും ഇത് മൂക്കുമ്പഴി. അപ്പോൾ അത് പൊട്ടുന്ന ശബ്ദമൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഇത് എടുത്തപ്പം ലെങ്ത് കൂടി പോയതുകൊണ്ട് നമ്മളിത് കുറേ കട്ട് ചെയ്തത് കൊണ്ട് നമുക്ക് സൗണ്ട് അപ്പം മിസ്സിങ് ആവും. അതുകൊണ്ട് നമ്മൾ സൗണ്ട് കയറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇത് പൊട്ടുന്ന ശബ്ദമൊക്കെ പൊട്ടിയാണ്. ഇത് പൊട്ടിയാണ് ഇതുകൊണ്ട് പൊരി പോലൊക്കെ പൊട്ടി കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ച് എടുക്കാം. നല്ലതുപോലെ അതൊന്ന് മൂത്ത് വരണം, നല്ല മണവും ഒക്കെ വരണം. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സ്റ്റീലിൻ്റെ ഉരുളിയിലേക്ക് നമുക്കിതങ്ങ് മാറ്റാം. സ്റ്റീലിൻ്റെ ഉരുളിയാണ്, ഇതിലേക്ക് ഞാനങ്ങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് വറുത്ത് ഇതിലോട്ട് തന്നെ നമ്മളങ്ങിടും. അപ്പോൾ ഓരോന്നിൻ്റെയും മൂപ്പ് വേറെ ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നായിട്ട് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇനിയും വറക്കാൻ പോകുന്നത് നമ്മൾ ഞവരരിയാണ്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് വറുത്ത് നല്ല പിന്നെ പൊരിഞ്ഞ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് വറക്കുന്നത് ഞവര അരിയാണ്. അതും ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് വറന്ന് മൂത്ത് വരണം. ഞവര അരിക്കും വളരെയേറെ ഗുണങ്ങളുള്ളതാണ്, ഔഷധ ഗുണങ്ങളാണ്. നമ്മുടെ ശരീരപുഷ്ടിക്കും കാന്തിക്കും രോഗപ്രതിരോധത്തിനും ഒക്കെ നല്ല അരിയാണ് ഞവര അരി എന്ന് പറയുന്നത്. കുടലിൻ്റെ അസുഖത്തിനും കുടൽ പുണ്ണിനും ഒക്കെ ആയിട്ട് നമ്മൾ കഴിക്കുന്ന നമ്മളതും അതിലിട്ട്. ഇത് ആയാളിയാണ്. ആയാളിയും ഇതിനകത്ത് അയണും കാൽസ്യവും ഒക്കെ വളരെയേറെ ഉള്ളതാണ്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിക്കും ഒക്കെ. നടുവേദന എന്ത് പൊട്ടുന്ന കണ്ടില്ലേ, ഇതിൻ്റെ ശബ്ദം കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ ഇത് ശബ്ദം നമുക്ക് പറ്റിയില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് മാറ്റി. ഇനി നമ്മൾ മൂപ്പ് കൂടുതലുള്ളതാണ് ഇത്. പിന്നെ മുതിര നമ്മൾ അതും ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് നമ്മൾ മൂത്ത് ബ്രൗൺ കളറായി. ഇതൊക്കെ കഴുകി ഇതിൻ്റെ കല്ലൊക്കെ നീക്കണം കേട്ടോ. ഇതിലൊക്കെ കല്ലുണ്ട്. കഴുകി അരിച്ച് കല്ലൊക്കെ നീക്കിയെടുത്തതാണ്. അത് നമ്മൾ അതിലോട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മൂപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ചെറുപയറാണ്. ഇതും വളരെയേറെ ഔഷധ ഗുണം, പ്രോട്ടീനും കാൽസ്യവും ഒക്കെ കൂടുതലുള്ള ഒരു പയറുവർഗ്ഗമാണല്ലോ നമ്മുടെ ചെറുപയർ. അപ്പോൾ അതും കൂടെ നമ്മളിതിനകത്ത് നമ്മുടെ ഔഷധ മരുന്നിന് ഉണ്ടക്കകത്ത് ചേർക്കുന്നുണ്ട്. അത് നമ്മൾ അതിൻ്റെ ഒട്ട് തന്നെ ഇട്ട് കൊടുത്ത്. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ഉലുവയാണ്.
ഉലുവ നന്നായിട്ട് മൂത്ത് വരണം. ഈ സമയത്ത് ഞാൻ കപ്പലണ്ടി വറുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് കാണിക്കാനങ്ങ് വിട്ടുപോയി. അപ്പം ഉലുവ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ കൂടെ അങ്ങിട്ട് കൊടുത്ത്, ഇത് ഏലക്കായൊക്കെ നമുക്ക് ഈ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ അത്ര ടേസ്റ്റ് പിടിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ പിന്നെ അയമോദകവും 1 ടീസ്പൂൺ ജീരകവും 6 ഏലക്കായും എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഫ്ലേവറൊക്കെ എനിക്ക് ഒരു ഇഷ്ടമല്ല. അപ്പം നമ്മൾ 1/4 കപ്പ് ഇതും 1/4 കപ്പ് തന്നെ എടുക്കണം. സോറി, 1/2 കപ്പ് തന്നെ ഇതും ചേർക്കണം. പിന്നെ നമ്മൾ ലാസ്റ്റ് വറുത്തെടുക്കുന്നത് എള്ളാണ്. എള്ളും ഇതുപോലെ നന്നായിട്ട് വറുത്ത് പൊട്ടുന്ന ശബ്ദം കേൾക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, കേൾക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളിങ്ങനെ വീഡിയോ സൗണ്ട് കൊടുക്കുന്നുണ്ട്, അത് കേൾക്കാൻ പറ്റുന്നില്ല. 10-25 മിനിറ്റ് ഉണ്ടായിരുന്നു നമ്മളിത് പിടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ. എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ഒത്തിരി മിസ്സിങ്. അപ്പം നമ്മുടെ വറുത്ത സാധനങ്ങളെല്ലാമാണിത്. എള്ളും നമ്മൾ പിന്നെ കപ്പലണ്ടിയും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ബാക്കി എല്ലാ ചേരുവകളും ചേർന്ന് വന്നിട്ടുണ്ട്. നമ്മളിത് തണുക്കാനായിട്ട് നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ എള്ളും നമ്മുടെ പിന്നെ കപ്പലണ്ടിയും അതും അവിടെ തണുക്കാനായിട്ടിരിക്കട്ടെ. അതും അവിടെ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. കപ്പലണ്ടി ഞാൻ വേറെ വറക്കുന്ന കാണിക്കാൻ വിട്ടുപോയി. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ കൂടെ പൊടിക്കുന്നില്ല, ഇത് ഫുള്ളായിട്ട് അങ്ങ് ഇടുകയാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എള്ളുണ്ട പോലോ അല്ലെങ്കിൽ കപ്പലണ്ടി മുട്ടായി പോലെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അത് കഴിക്കാനും നല്ലൊരു രസമായിരിക്കും. ചവച്ച് തിന്നുമ്പോൾ കടിച്ച് നമുക്ക് ചവച്ച് കഴിക്കാനായിട്ടൊരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഇരുന്ന് തണുത്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ശർക്കര നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിനകത്ത് കരടൊക്കെ കാണുമല്ലോ, ആ കരടൊക്കെ നമുക്കൊന്ന് നീക്കം ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഇതിനകത്തോട്ടിട്ടൊന്ന് ഉരുക്കിയെടുക്കുകയാണ്. ഒരു ചരുവത്തിൽ, സ്റ്റീൽ ചരുവമാണ്, അത് വെള്ളം തിളച്ചതിനകത്ത് ഇട്ടു. ഈ സമയത്ത് നമ്മുടെ ഇതെല്ലാം തണുക്കുന്നുണ്ട്. നമ്മൾ ഇളക്കി ഇട്ട് കൊടുത്തൊന്ന് തണുക്കാൻ വേണ്ടിയാണ് അത് ഇളക്കുന്നത്. അപ്പോഴത്തേനും നമുക്കിതൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. മിക്സിക്കകത്തിട്ട് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിക്കകത്തിട്ട് പൊടിച്ച് നല്ല ഭസ്മം പരുവമാക്കി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നമുക്ക് ആ സ്റ്റീലിൻ്റെ ഉരുളിയിലേക്ക് മാറ്റാം. നല്ല പെർഫെക്റ്റായിട്ട് പൊടിച്ചിട്ടുണ്ട്, തരിയൊന്നുമില്ല. നമ്മുടെ ആ സ്റ്റീലിൻ്റെ ഉരുളിയിലേക്ക് അങ്ങ് മാറ്റുകയാണ്. സ്റ്റീലിൻ്റെ ഉരുളിയിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ പാനിയെല്ലാം ശർക്കരയെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിത് മാറ്റി വെച്ചിട്ട് നമ്മൾ വേറെ വിസ്താരമുള്ള ആ ചീനിച്ചട്ടി തന്നെയാണ് ഞാൻ എടുക്കുന്നത്. വിസ്താരമായിട്ടൊന്ന് കിടന്ന് നമുക്ക് കുഴച്ചെടുക്കണമല്ലോ, അതുകൊണ്ട് നമ്മൾ ആ ചീനിച്ചട്ടിയിലോട്ട് തന്നെ ഇതൊന്ന് അരിച്ചൊഴിക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. നമുക്കിത് സ്റ്റിക്കി ആയിട്ട് കുറുക്കിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ആ വലിയ വിസ്താരമുള്ള ചീനിച്ചട്ടിയിലോട്ട് തന്നെ നമ്മൾ കട്ടിയുള്ള ഒഴിച്ചു വിടേണ്ട, കണ്ടില്ലേ കരട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം. നല്ലതായിട്ട് പറ്റിക്കണം. പക്ഷേ പറ്റിക്കുമ്പോൾ വലുതായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, കൂടുതലങ്ങ് കട്ടിയായി പറ്റിക്കരുത്. കട്ടിയായി പറ്റിച്ചാൽ നമുക്ക് ഉണ്ട നന്നായിട്ട് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. കാരണം അതങ്ങ് കട്ടിയായി പോകും, നമുക്ക് ഉണ്ട ശരിക്കും മൊത്തത്തിൽ കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ ഇതെല്ലാം നല്ലപോലെ പിന്നെ കട്ടിയായിട്ട് വരുന്നുണ്ട്, തിളപ്പിച്ച്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഈ പൊടിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് എള്ളും നമ്മളുടെ കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് പൊടിക്കുന്നില്ല, പൊടിച്ചാൽ ഇതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ എള്ളുണ്ട ആണെന്നും പറഞ്ഞ് കൊടുക്കാം, അല്ല കപ്പലണ്ടി മുട്ടായി ആണെന്നും പറഞ്ഞ് കൊടുക്കാം. നമുക്കായാലും അത് കടിക്കുമ്പോഴും അത് നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ വായിൽ നിന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്, ഒരു പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നമ്മുടെ കരിപ്പൊട്ടി ശർക്കര എല്ലാം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അത് താഴെ ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ടാണ് ഒട്ടുന്നത് പോലുണ്ട്. അത് കാണിച്ചായിരുന്നു, ഞാനങ്ങ്
പോയതും കട്ടി. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഈ കൂട്ടെല്ലാം കൂടെ അങ്ങ് ഇട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്, പക്ഷെ വലുതായിട്ട് തണുക്കുന്നതും വരെ നമ്മൾ കാത്തിരുന്നാൽ ഇത് കട്ടിയായി പോവും. അതുകൊണ്ട് നമ്മൾ ചെറു ചൂടോടെ വേണം നമ്മളിത് ഉണ്ട പിടിക്കാൻ. നമ്മളിത് കൂട്ടി ഇളക്കിയിട്ട് നന്നായിട്ടത് കൂട്ടി ഇളക്കണം. എല്ലാ ഭാഗത്തും നമുക്ക് ആ മധുരം കിട്ടണം. അതേ രീതിയിൽ നമ്മൾ കൂട്ടി ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഭയങ്കര കട്ടിയാണ്, നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. നമ്മളത് കുത്തി ഇളക്കി സൈഡിൽ നിന്നെല്ലാം കുത്തി ഇളക്കി എടുത്ത് ചുറ്റിച്ച് നന്നായിട്ടെല്ലാം എടുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു സ്പൂണ് കൊണ്ട് ആ ചട്ടുകത്തിലിരിക്കുന്നതും കൂടെ ഒന്ന് ഇളക്കിയിടാം. എന്തോ ഒരു വൈബ്രേഷൻ പോലെ തോന്നുന്നു, എന്താണെന്നറിയില്ല. അപ്പം നമ്മൾ ഇതിനും തണുക്കുന്നതിന് മുമ്പ് നമ്മൾ അത് ഉണ്ട പിടിക്കാൻ വേണ്ടി നെയ്യ് പുരട്ടിയായിരുന്നു കയ്യിൽ, അത് കാണിക്കാൻ വിട്ടുപോയി. കാരണം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടുതൽ അങ്ങ് സ്റ്റിക്കി ആവാനിരിക്കരുത്. ആ ശർക്കര സ്റ്റിക്കി ആയാലും നമുക്കെല്ലാം ഒന്നും ഉണ്ട പിടിച്ചെടുക്കാൻ പറ്റത്തില്ല, അത് കട്ടി പിടിച്ച് പോകും. ഇപ്പം നമ്മൾക്ക് കുറച്ച് കട്ടിയായി പോയി, അത് ഞാൻ കാണിച്ചു തരാം. കാരണം ഞാനത് മൊത്തത്തിൽ അങ്ങ് സ്റ്റിക്കി ആയിട്ട് അതങ്ങ് പറ്റിച്ചു പോയി ആ ശർക്കരപ്പാനി. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ. ശർക്കരപ്പാനി കൂടുതൽ കട്ടിയാവാതെ കുറച്ച് ലൂസായിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള ഒരു നമ്മൾ അരിയുണ്ടൊക്കെ കഴിക്കുന്ന പോലുള്ളൊരു ഫീലാണ്. ഇതിപ്പോൾ അരിയുണ്ടയുടെ അതേ ഒരു രീതിയിലാണിത് വന്നിരിക്കുന്നത്. അതുപോലെ അങ്ങ് ഇച്ചിരി കട്ടിയായിപ്പോയി. കുറേ മെനക്കെട്ടാണ് ഞാനിത് ഉരുട്ടിയെടുത്തത്. അപ്പോൾ നമ്മൾ നെയ്യ് തൂക്കുന്നുണ്ട് ഇടയ്ക്ക് കയ്യിലേ. അപ്പോൾ നെയ്യുടെ ഒരു ഫ്ലേവർ വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ പുരട്ടില്ലെങ്കിൽ നമ്മൾ നെയ്യാണ് കയ്യിലിച്ച് പുരട്ടിക്കൊണ്ട് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതേ രീതിയിൽ എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. കുറച്ച് നമുക്ക് ഉരുട്ടാൻ പറ്റിയില്ല, അത് ഞാൻ പറഞ്ഞില്ല, കട്ടി പിടിച്ചു പോയി. അപ്പോൾ ഇതേ രീതിയിലെല്ലാം ഒന്ന് നമുക്ക് കുറച്ച് ഉരുട്ടാൻ പറ്റുന്ന അത്രയും നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നല്ല കട്ടിയായിട്ടാണ് നമുക്ക് ഉരുണ്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മരുന്നുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. പിന്നെ ഞാൻ ഇനിയും നമുക്ക് ഈ ഉണ്ട കട്ടിയായി പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതും ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്. ഇത് കടിച്ച് തിന്ന് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല, ഞാൻ തന്നെയാണ് ഇത് വീഡിയോ പിടിക്കുന്നതുകൊണ്ട് എനിക്കിത് പൊട്ടിച്ച് കാണിക്കാൻ പറ്റില്ല. ഭയങ്കര കട്ടിയാണ്. പൊട്ടിക്കാൻ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിച്ച് വെച്ചിരുന്ന് ഉപയോഗിക്കാം. ഓരോന്നിടത്ത് ഉപയോഗിക്കാണ്ട്. ഇത് കണ്ടില്ലേ, കട്ടിയായിട്ട് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നിട്ട് നമുക്ക് ഇത് തീരുന്നിടം വരെ ഇത് കഴിച്ചതിന് ശേഷം നമുക്ക് ഉണ്ട എടുത്ത് കഴിക്കാം. അപ്പം വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയും ആണ്. കയ്പോ ചവർപ്പോ ഒന്നുമില്ല. അപ്പം ഈ ഉണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.